നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. അങ്കോളയ്ക്കെതിരെ ഈ മാസം 14 അർജന്റീന ഫ്രണ്ട്ലി മത്സരം കളിക്കുകയാണ്. ആ മത്സരത്തിലുള്ള സ്ക്വാഡ് കഴിഞ്ഞ ദിവസം കോച്ച് ലയണൽ സ്കലോനി പ്രഖ്യാപിച്ചിരുന്നല്ലോ. ആ സ്ക്വാഡിൽ ഉൾപ്പെട്ട ഒരു സൂപ്പർ താരം ഇതാ കളിക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്ക്വാഡിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുന്നു. മറ്റാരുമല്ല, എൻസോ ഫെർണാണ്ടസ് ആണ് അക്കാര്യം അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹം ഇന്നലെ ചെൽസിക്ക് വേണ്ടി കളിച്ചിരുന്നു. ആ മത്സരശേഷമാണ് ഇങ്ങനെ അർജന്റീന ടീമിന് താൻ അവൈലബിൾ അല്ല എന്ന കാര്യം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അങ്കോളയ്ക്കെതിരെയുള്ള മത്സരത്തിന് എൻസോ ഫെർണാണ്ടസ് ഉണ്ടാവില്ല. അദ്ദേഹം പറയുന്ന വാക്കുകളിലേക്ക് പോവുകയാണ്. ഐ വിൽ നോട്ട് ബി അവൈലബിൾ വിത്ത് അർജന്റീന. കാരണം ഞാൻ ഇപ്പോൾ മെഡിക്കൽ ടീമുമായിട്ട് സംസാരിച്ചു. എനിക്ക് എൻ്റെ കാൽമുട്ടിൽ കഴിഞ്ഞ 4 മാസമായിട്ട് പ്രശ്നങ്ങളുണ്ട്. ഒരു ബോൺ എഡിമ എനിക്ക് ഉണ്ട്. അത് കഴിഞ്ഞ ആഴ്ചകളിൽ വളരെ മോശമായ രൂപത്തിലേക്ക് മാറി. കാരണം ഒരുപാട് മത്സരങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനും കോച്ചിങ് സ്റ്റാഫും ഈ വിഷയത്തിൽ ഒരു തീരുമാനമെടുത്ത് റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ്. ഒരുപാട് മത്സരങ്ങൾ ഉള്ളത് കൊണ്ട് എനിക്ക് ആവശ്യത്തിന് റെസ്റ്റ് എടുക്കാനുള്ള സമയം കിട്ടുന്നില്ല. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ സീസണിനൊടുവിൽ വരുന്നതാണ്, വേൾഡ് കപ്പാണ്. സോ അതിലേക്ക് എത്തേണ്ടതുണ്ട്. ഇപ്പോൾ ഈ തീരുമാനം ഒരുമിച്ചെടുത്തതാണ്. എല്ലായ്പ്പോഴും ഡോക്ടേഴ്സിൻ്റെ തീരുമാനങ്ങളെയും മറ്റുമൊക്കെ ബഹുമാനിക്കുന്നയാളാണ് ഞാൻ. ഇത് ബെസ്റ്റ് ഡിസിഷൻ ആണ് എന്ന് തന്നെയാണ് ഞാൻ തീരുമാനിക്കുന്നത്. കാരണം 2 ആഴ്ച എൻ്റെ കാൽമുട്ടിന് വിശ്രമം കൊടുക്കാൻ പറ്റും. കഴിഞ്ഞ ആഴ്ച ഒരുപാട് വേദന ഞാൻ സഹിക്കുകയുണ്ടായി. ഇവിടെ ക്ലബിൽ എല്ലാവർക്കും അക്കാര്യം അറിയാം. അപ്പോൾ ഈ 2 ആഴ്ച എനിക്ക് കഴിയാവുന്നത്ര റിക്കവർ ചെയ്ത് വരാൻ പറ്റും. അങ്ങനെ എനിക്ക് പറ്റാവുന്നത്ര വിശ്രമമൊക്കെ എടുത്ത് 100% ആയി ട്രെയിനിങ്ങിലേക്ക് മടങ്ങിയെത്താൻ കഴിയും, ടീമിനോടൊപ്പം കളിക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് എൻസോ ഫെർണാണ്ടസ് പറയുന്നു. ചുരുക്കത്തിൽ എൻസോ ഫെർണാണ്ടസ് അർജന്റീനയുടെ അടുത്ത മത്സരത്തിന് ഉണ്ടാവില്ല. അർജന്റീന സ്ക്വാഡ് പ്രഖ്യാപിച്ചപ്പോൾ മിഡ്ഫീൽഡർമാരായിട്ട് റോദ്രിഗോ ഡി പോൾ, എൻസോ ഫെർണാണ്ടസ്, അലക്സിസ് മാക്കലിസ്റ്റർ, നിക്കോപാസ് ഗോൺസ്, ജിയോവാനി ലോച്ചെൽസോ, തിയാഗോ അൽമെയ്ഡ, നിക്ലാസ് ഗോൺസാലസ്, ബാർക്കോ, പെറോണ്, സിമയോണി, പ്രസ്റ്റിയാനി എന്നിവരെയാണ് കോച്ച് ഉൾപ്പെടുത്തിയിരുന്നത്. ഇപ്പോൾ അതിൽ നിന്ന് പരിചയസമ്പന്നനായ എൻസോ ഫെർണാണ്ടസ് പിൻവാങ്ങുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.